യേശുവും ധനികനായ യൗവനക്കാരനും. മത്തായി 19:16 മുതൽ 26 വരെ. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? യേശു പറഞ്ഞു, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നതെന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക. അവൻ ചോദിച്ചു, അതേതൊക്കെയാണ്? യേശു പറഞ്ഞു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു. ഇനി കുറവുള്ളത് എന്തെന്ന് പറഞ്ഞാലും. യേശു അവനോട് ഉത്തരം പറഞ്ഞു, സദ്ഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. യൗവനക്കാരൻ വളരെ ദുഃഖിച്ചു പോയി കളഞ്ഞു, കാരണം അവൻ വളരെ സമ്പത്തുള്ളവനായിരുന്നു. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ. ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പം. അത് കേട്ടിട്ട് ശിഷ്യന്മാർ ഏറ്റവും അധികം വിസ്മയിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് അത് അസാധ്യം, എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം.